So hello guys, welcome back to Minecraft. അപ്പോൾ നമ്മളിപ്പോൾ മൈൻക്രാഫ്റ്റിലാണുള്ളത്. അപ്പോൾ ഇത് നിങ്ങളെ ശ്രദ്ധ FT ബ്ലോക്സ് ആണ് ഗൈസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ആണ് ഗൈസ്. നമ്മുടെ ഈ ഹട്ടിൻ്റെ താഴേക്കായിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ആണ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ആണ്. നമുക്ക് അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ഉണ്ടാക്കാൻ പോണ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്കായിട്ടാണ്. ഇത് നമുക്കൊന്ന് ലിറ്ററലി നമുക്ക് മൊത്തത്തിൽ സീക്രട്ടായിട്ട് ഉണ്ടാക്കണം എന്നുണ്ട്. ബട്ട് അതെനിക്ക് പറ്റുമോ അറിയില്ല. നമുക്ക് ലെറ്റ്സ് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് വൂളായിരുന്നു. വൂൾ നമ്മുടെ കയ്യിലില്ല. നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കണം. അതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് ബ്ലോക്സ് വേണം. എനിക്കിതൊക്കെ ഒന്ന് കയ്യിലെടുക്കുക. ഓക്കെ, ഐ തിങ്ക് ഞാനിതൊന്ന് സീക്രറ്റ് ആക്കാനുള്ള കുറച്ച് ഐഡിയാസൊക്കെ നോക്കിയിട്ട് വരട്ടെ. അത് നല്ലൊരു ഇത് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഗൈസ്, അങ്ങനെ ഞാൻ ഇവിടെ ചെറിയ ഡിസൈൻ എടുത്തിട്ടുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് ഏറ്റവും വലിയ ഉപയോഗിക്കില്ല. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ താഴേക്ക് മുമ്പ് ഇവിടെ രണ്ടായിരം സ്പേസിലുണ്ട്. നമുക്കിവിടെ വുഡ് വെച്ചിട്ട് നടക്കണം. അതാണ് വെണ്ണുള്ളത്. നമുക്കിവിടെ ഡെക്കറേറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ഒന്നും ഐഡിയ ഇല്ല. എനിക്കിവിടെ ഡെക്കറേറ്റ് ചെയ്യണോ ചെയ്യണ്ടേ എന്താണെന്ന് ഐഡിയ ഇല്ല. ഇവിടെ ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യുന്നില്ല. എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു ടെമ്പററി സ്റ്റോറേജ് ആയിട്ട് വെക്കാം. കുറച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് എവിടെയെങ്കിലും ആയിട്ട് ഇങ്ങനെ പുറത്ത് തന്നെ ഒരു ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് തന്നെ ഒരു നല്ല സ്റ്റോറേജ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മല ഒഴിച്ചിട്ടോ അല്ല നല്ലൊരു സ്റ്റോറേജ് ഉണ്ടാക്കണം. ഇതിനൊന്ന് വന്നേക്കാം. ഓക്കെ, അവൻ തട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു മല ഒഴിച്ചിട്ട് ഒരു എൻട്രൻസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്കായിരുന്നു നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. ഇപ്പോഴത്തേക്ക് ഇത് മതി. മല മുറിച്ചിട്ട് സ്റ്റോറേജ് ഇത് സെറ്റ് ചെയ്യണം. ഐ തിങ്ക് നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആക്സ് പൊട്ടി ആക്സ് ഉണ്ടാക്കണം. മെയിനായിട്ട് ഈ ഇൻവെൻറ്ററി ഒന്ന് ക്ലീൻ ചെയ്യുക. ഇൻവെൻറ്ററിക്ക് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് ചെയ്യാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡിസൈൻ കണ്ടുപിടിച്ചു. ബട്ട് അത് വർക്കാണില്ല. കുറച്ച് ഓൾഡ് വേർഷനാണ് ഗീസ്. അതുകൊണ്ട് ഐ തിങ്ക് നമുക്ക് ഒരു ക്രാഫ്റ്റിൻ്റെ വീട് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് 4 ഓട്ടം എടുത്തിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് എവിടെ വെക്കണം. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റ് ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് മരം മുറിച്ചിട്ട് ഓക്കെ. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ 21 ഉണ്ട്. നമ്മൾ അരസ്റ്റാക്ക് വുഡ് മുറിക്കണം. എന്നിട്ട് അരസ്റ്റാക്ക് വെച്ചിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകും. എന്താ ചെസ്റ്റസ് ഉണ്ടാക്കാണ്. ചെസ്റ്റസ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് നാളെ സ്റ്റോറേജിൽ വെക്കാനാണ് പ്ലാൻ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ കറക്റ്റ് വരാനില്ല. 32-ലധികം നമ്മൾ എടുക്കുക. അത് നമ്മുടെ ഒരു ഇതാണ്. നമുക്കിതിലെത്ര ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും നോക്കാം. ഇതിലൊരു 10 ചെസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. നോക്കാം 10-ലധികം ഉണ്ടാക്കാൻ പറ്റുമെന്ന്. 16 ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. കൊള്ളാൻ മതി. നമുക്കവിടെ 16 ചെസ്റ്റ് മതിയാവും ഇപ്പോഴത്തെ ആവശ്യത്തിന്. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം.
എക്സ്റ്റെൻഡ് ചെയ്തിട്ടും ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ. പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്കൊരു എൻക്ലോഷർ തന്നെ ഉണ്ടാക്കാൻ തോന്നി. ഇതിന് വേണ്ടിയിട്ടായിട്ട് ഒരു വലിയൊരു ഏരിയ ഉണ്ടാക്കിയിട്ട് ഇതാക്കാൻ ആണ് എൻ്റെ ഒരു പ്ലാൻ. ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് വെക്കാൻ, ഇങ്ങനെ വെച്ചോണ്ട് പോകാനാണ്. അപ്പോൾ ചെറിയ സ്റ്റോറേജ് നമുക്ക് ഇവിടെ കിട്ടും. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകാനാണ് പ്ലാൻ. ഇവനൊന്ന് മാറ്റാൻ, ഇവരെ ഒന്ന് മാറ്റിയിട്ട് അപ്പുറത്തേക്ക് ഇടാം. നിങ്ങളില്ലേ, ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദങ്ങളൊക്കെ കേൾക്കും. അപ്പോൾ അതൊന്നും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ജോബിന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ വീഡിയോ ഇടാറ്. അപ്പോൾ വീഡിയോ ഇടുന്ന സമയത്ത് ഞാനിവിടെ ഷോപ്പിൽ നിന്നാണ് ഇവിടെ ഇടാറ്. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ സൗണ്ടൊക്കെ കേൾക്കും. അപ്പോൾ നിങ്ങൾ പ്രശ്നം ഒന്ന് ക്ഷമിക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഐ തിങ്ക് അവിടെ സ്റ്റോറേജിന് പണിയായിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റോറേജ് ഒന്ന് അസൈൻ ചെയ്ത് വെക്കണം. അതിനായിട്ട് നമുക്കില്ല ഗൈസ്. ആദ്യം നമ്മുടെ ചെസ്റ്റസൊക്കെ പൊട്ടിച്ചിട്ട് ഐറ്റംസൊക്കെ എടുക്കും. നമ്മുടെ കയ്യിൽ പിടിക്കാതിരിക്കണം പിടിക്കുന്നോണ്ട് എല്ലാം പിടിച്ചിട്ടുണ്ട്. സോ ഇത് അവിടെ കൊണ്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് എപ്പിസോഡിൽ എന്ത് നടക്കും നമുക്കിതൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് എന്താണെന്നൊന്നും അറിയില്ല, ഒരു പ്ലാനും ഇല്ല. നമുക്ക് നോക്കണം, എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യണം എന്നാണ് നമ്മുടെ ഗോൾ. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് അസൈൻ ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഇത് നമ്മുടെ സ്റ്റോൺസൊക്കെ വെക്കാനാണ്. നമ്മുടെ ഇതൊക്കെ വെക്കാനുള്ളത്. ഇത് ഈ സൈഡ് ഇങ്ങനെ കൊണ്ടുവരാം. ഇത് ഏകദേശം നമുക്ക് ഇപ്പോൾ തയ്യാറായ സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ ഇത് വെക്കാണ്. റയർ ഐറ്റംസൊക്കെ പറഞ്ഞിട്ട് ഫുഡ് ഐറ്റംസ്, ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസ്, ഐറ്റംസ്, സീഡ് നമ്മുടെ ഫുഡ് ഐറ്റംസിൽ വെച്ചേക്കാം. എന്നിട്ട് നമ്മുടെ ഇത് വെച്ചേക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ചെറിയൊരു പണിയുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീടിപ്പോൾ ഒരു എംപ്റ്റി സ്പേസ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ലാത്തൊരു വീട് പോലെയാണ്. അപ്പോൾ ഈ ശൂന്യത മാറ്റാനായിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ വിചാരിച്ച് വീട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ അയൺ സ്മെൽറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല. ഇത് നമുക്കൊന്ന് വൈൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതും കൂടി നമുക്കൊന്ന് വൈൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് പൊട്ടിക്കാം. ഓക്കെ, നമുക്ക് 6 അയൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അവിടെ നിന്ന് കിട്ടിയതാണ്. ഇതിവിടെ കൊടുത്തതിന് ശേഷം ഞാൻ വിചാരിക്കുന്നത് ഐ തിങ്ക് നമുക്കൊന്ന് താഴെ പോകണം. താഴെ പോയതിന് ശേഷം നമുക്കിവിടെ ചെസ്റ്റിൻ്റെ അകത്ത് ഒരിതെടുക്കാം. ഈ ക്രാഫ്റ്റിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ഒന്ന് പോയി വെച്ചെടുക്കാം. ഓക്കെ, എന്നൊരു ക്രാഫ്റ്റിൻ്റെ ഉണ്ടാക്കണം. ഇതിൽ നിന്ന് 2ഉം പിന്നെ ഇതൊന്നും കൂടി എടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റെയർ കേസ് ഉണ്ടാക്കാം. സ്റ്റെയർ കേസ് ഉണ്ടാക്കിയ ശേഷം നമുക്ക് മീറ്റൊക്കെ മുകളിലേക്കൊന്ന് പോയ ശേഷം നമ്മുടെ ഈ 3 വരിയില്ലേ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു ബെഞ്ച് സെറ്റ് ചെയ്യുക. ഇത് വേണ്ട, എനിക്ക് തോന്നുന്നത് വലിയ ഇത് വരുന്നില്ല.
ഇവിടെ ആയിട്ടൊരു ബെഞ്ചും ഇവിടെ ആയിട്ടൊരു ബെഞ്ച് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഒരു ബെഞ്ച് സെറ്റ് ചെയ്യാം, ഇവിടെ ഒരു ബെഞ്ച് സെറ്റ് ചെയ്യാം. ബെഞ്ച് അവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പോകുന്നു. ഇങ്ങനെ സെറ്റ് ചെയ്തതിന് കുറച്ചും കൂടി നമുക്ക് ബാക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്കില്ല നമ്മുടെ ഈ ഗ്ലാസ് വെച്ചതിൻ്റെ യൂസ് എന്താണെന്ന് അറിയാമല്ലോ. എനിക്കിവിടെ ഇങ്ങനെ ഔട്ട്സൈഡ് യൂസൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലുക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇവിടെ നിന്നൊരു ഇത് വെക്കുന്നത് അത് ഞാൻ എനിക്ക് അപ്പോൾ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഞാൻ ഈ ഹട്ടിൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഗൈസ്. നല്ലൊരു ക്യൂട്ട് ബിൽഡാണ് ഗൈസ് ഈ ഹട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് 9 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നമ്മൾ റോഡ് ടു 10 സബ്സ്ക്രൈബേഴ്സാണ്. ഐ തിങ്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബൈ.